കലക്കി കലക്കി നല്ലൊരു കൈയ്യടി കൊടുക്കും. എങ്ങനെയുണ്ട് ഡാൻസ് കളിച്ചിട്ട്? എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഹൗ ഡു യു ഫീൽ? ഭയങ്കര കിതപ്പ്. നമ്മൾ അറിയാൻ പാടാത്ത പണി ചെയ്യുമ്പോഴുണ്ട് അവിടെ ഒരു കിതപ്പുണ്ട്. അതല്ല, ഈ ഭയങ്കര നമുക്ക് എന്തെങ്കിലും ഒരു നല്ല സാധനം പറഞ്ഞാൽ നല്ലൊരു കണ്ടന്റ് കിട്ടും. അത് കണ്ടന്റ് എന്ത് കണ്ടിട്ടുണ്ടല്ലേ നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കണത്? അതല്ല, യൂട്യൂബിന്റെ ചാനൽ തുടങ്ങിയ അതല്ല, യൂട്യൂബിന്റെ ചാനൽ ഇവിടെ ഇവരെ കുറെ പേര് റെഡി ആയിട്ടുണ്ട്. ദൈവമേ, നമ്മൾ ഏറിപ്പോള്ള ലൈറ്റ് എടുക്കണം. അതെ, ഓക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത്, പണ്ടേ കണ്ടന്റ് ഉണ്ടാക്കുന്ന നാദർഷക്ക് ഒരു പറ്റിയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ തമ്മിൽ ഒരു ഇന്റർവ്യൂല് നാദർഷ ഞാൻ നാശ എടുത്ത് വെച്ചു, നാശ നിനക്ക് ആരും ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചു. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞ എൻ്റെ ഉമ്മ വയ്ക്കുന്നതാണ്. ഉമ്മ വയ്ക്കുന്നതാണ്. ടൈറ്റിൽ എന്താവുന്നതെന്ന് അറിയാമോ? നാദർഷയ്ക്ക് ഉമ്മ വെക്കുന്നതാണ് ഇഷ്ടം. തിരിച്ച് ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മ വയ്ക്കാൻ ആളില്ല. അത് കഴിഞ്ഞ പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു വിധത്തിലാണ് ആ വീട്ടിൽ സമാധാനം ഉണ്ടാക്കി തിരിച്ച് അവിടെ എല്ലാം സെറ്റിലായത്. തിരിച്ച് ഞാൻ വീട്ടിൽ നിന്നപ്പോൾ ഉമ്മ വയ്ക്കാൻ അവിടെ ആളില്ല. പിന്നെ ഞാൻ അറിയാലോ. അതല്ല, ഇത് ഇങ്ങനെയൊക്കെ പൊളിച്ചെടുക്കാൻ നിനക്കിടാൻ പറ്റുള്ളൂ. കാരണം അല്ലേ, അതങ്ങനെ തന്നെ പറ്റുള്ളൂ. പക്ഷെ വേറെ കാര്യമുണ്ട്, നിന്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ നല്ല ലെങ്ത് ഉള്ളൊരു ഞാൻ ഇന്നാണ് ഈ ഇൻട്രൊഡക്ഷൻ ഇവിടെ ഇരുന്ന് കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ ഇത്രയും കാലം അഭിനയിച്ച ഫുൾ സിനിമ അതിനകത്തുണ്ട്. പിന്നെ എന്തിനാണ് ഇത്ര ഓവറാക്കി കൊണ്ടിരുന്ന കിടക്കുന്നത്? അതല്ല നമ്മൾ 10-12 വർഷമായാലും ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് നിന്നെ ഓർമ്മയുണ്ടാകുന്നൊരു അറിയില്ല. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ടോ അവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ടാണ്, ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ അവരെന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത്രയും സമയം കളഞ്ഞ് അവരിവിടെ വന്നല്ലേ. താങ്ക് യു. ഈ സ്നേഹമാണ്, ഈ കയ്യടിയാണ് നമ്മുടെ ശക്തി. എടാ കണ്ടോടാ. അല്ല, അതാണ് സ്നേഹം. അല്ല, ഇത് ഇന്ന് നമ്മൾ ദിലീപ് ഇപ്പോൾ ഡാൻസ് കളിച്ച് കണ്ടു. ഇനി നമുക്ക് മിമിക്രിയും പാട്ടും